ഹായ് ഫ്രണ്ട്സ്, ആഷിഫാണ് ഫ്രം എക്സൽ വിത്ത് ആഷിഫ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പേറോൾ മാനേജ്മെൻറ്റാണ്. നമുക്കിങ്ങനെ എക്സല് പേറോൾ മാനേജ് ചെയ്യണമെന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പേറോളും കാര്യങ്ങളും മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് യൂസ് ചെയ്യുന്നത് എക്സലാണ്. HR സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലും നമ്മൾ എക്സലിൽ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ എക്സൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യും, എന്തായാലും ഏതൊരു കമ്പനി ആയാലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഓഫീസ് വർക്ക് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്ഥാപനത്തിൽ കയറിയാൽ പേറോൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വളരെ ലളിതമായിട്ടാണ് പറയുന്നത്, എന്നാലും കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. എവരി പോയിന്റ് ഈച്ചായിട്ട് കാണാം, എന്നാൽ മാത്രമേ എറർ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാനിപ്പം ഡിഡക്ഷൻസ് ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് അഡിഷൻസ്, അലവൻസ് ആവാം, അതേപോലെ തന്നെ OT ആവാം, ഇൻസെൻറ്റീവ് ആവാം, അതെങ്ങനെ ആഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മൾ വേറെ തന്നെ ഒരു അറ്റൻഡൻസ് ഷീറ്റ് ആക്കുന്നില്ല, ഈ ഒരു പേറോളിൽ തന്നെ അറ്റൻഡൻസിൻ്റെ ഇത് കൊടുക്കേണ്ട ഒരു ഫീൽഡും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഗൾഫ് കൺട്രീസിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു ചെയ്താൽ നിങ്ങൾക്ക് എവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതേപോലത്തെ ഒരു പേറോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതേപോലത്തെ ഒരു പേറോളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ന്യൂ ഷീറ്റ് എടുക്കാം. അതിൽ ഇതേപോലെ നമുക്ക് ഒരു ഹെഡ് ലൈൻ കൊടുക്കണം. ആദ്യം തന്നെ ഹെഡിങ്സ് കോപ്പി ചെയ്യുന്നു. ഇതേപോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഹെഡിങ്സ് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ നമുക്ക് നെയിം കൊടുക്കാം. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് എടുത്തു. ഇത് ജസ്റ്റ് ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് ഒന്ന് സെൻട്രലൈസ് ചെയ്യുന്നുണ്ട്. അതിന് Ctrl+1 അടിക്കുന്നു. അപ്പോൾ ഫോർമാറ്റ് സെൽസ് എന്നുള്ള ടാബിലേക്ക് വരും. അതല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഫോർമാറ്റ് സെൽസ് എന്ന് കാണിക്കാം, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ അലൈൻമെൻറ്റ് ഇവിടെ ജനറൽ എന്നുള്ളത് മാറ്റിക്ക് സെൻട്രൽ ആക്രോസ് സെലക്ഷൻ അടിക്കുക, ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് മെർജ് ചെയ്യാണ്ട് സെൻട്രലൈസ് ആയിട്ട് കാണാം. ഇങ്ങനെയാണ് സെൻട്രലൈസ് ആക്കേണ്ടത്, കാരണം നമ്മൾ ടേബിളും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും മെർജ് യൂസ് ചെയ്യാൻ പാടില്ല. എക്സൽ ഷീറ്റിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ മെർജ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതിൻ്റെ വലുപ്പം ജസ്റ്റ് കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. സൈസ് കൂട്ടി ജസ്റ്റ് ഒരു കളർ പാറ്റേൺ കൂടെ കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് എംപ്ലോയീസിൻ്റെ ID നെയിം ഞാൻ ജസ്റ്റ് റാൻഡായിട്ട് കോപ്പി ചെയ്യുന്നു. സെൻട്രലൈസ് ചെയ്യുന്നു. നെയിം ജസ്റ്റ് ലെഫ്റ്റ് അലൈൻ ചെയ്യുന്നു, വലുതാക്കുന്നു. ഓക്കെ, ബാക്കിയെല്ലാം ഡീറ്റെയിൽസ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് വീഡിയോക്ക് ലെങ്ത് കൂട്ടുന്നതുകൊണ്ടാണ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് UN നമ്പർ കൊടുക്കുക. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഡെസ്റ്റിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്പർ ഫോർമാറ്റ് അപ്ലൈ ചെയ്യുന്നു, ഫുള്ള് വരാത്തത് കൊണ്ട്. ഓക്കെ, അതിനുശേഷം ഡെസിഗ്നേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡെസിഗ്നേഷൻ കോപ്പി ചെയ്യുന്നു. ഒരു ഫീൽഡ് ആഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ജസ്റ്റ് ഡെസിഗ്നേഷൻ ആഡ് ചെയ്യുന്നു, വലിപ്പം കൂട്ടുന്നു. ഇവിടെ നമുക്ക് ലിസ്റ്റ് അപ്ലൈ ചെയ്യാം. അതായത് ലിസ്റ്റ് നമുക്ക് ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊന്നും വരാണ്ട് നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് അപ്ലൈ ചെയ്യാമെന്ന് ഇവിടെ കാണാം. അത് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്നത് ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഞാനൊരു ഡെസിഗ്നേഷൻ്റെ കുറച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഈ ഒരു ഷീറ്റിൽ തന്നെ കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടി ഒരു ഷീറ്റിൽ തന്നെ കൊണ്ടിടാം. ഇവിടെ ജസ്റ്റ് ഒരു ലിസ്റ്റ് ഞാൻ ഇട്ടു. ഇതിവിടെ സെലക്ഷനായിട്ട് വരാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഡാറ്റ ടാബിൽ പോവുക. ഡാറ്റ വാലിഡേഷൻ എടുക്കാം. ഇവിടെ എനി വാല്യൂ എന്നുള്ളത് ജസ്റ്റ് ലിസ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിൽ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് എൻ്റർ ഇറ്റ്, ജസ്റ്റ് ഓക്കെ. അപ്പോൾ ഇവിടെ ഇതേപോലെ ലിസ്റ്റ് വന്നിട്ട് കാണാം. ഇവിടെ നമുക്ക് എന്താണോ വേണ്ടത് അത് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആലാണോ എന്നുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് റാൻഡായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം സാലറി
ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ മാനുവലി എൻ്റർ ചെയ്യേണ്ട ഡാറ്റയാണ്, അതുകൊണ്ടാണ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് കൊടുക്കാം. ജസ്റ്റ് നിങ്ങളിപ്പോൾ ഏത് മന്താണോ ചെയ്യുന്നത് സെൻട്രൽ അക്രോസ് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഏത് മന്താണ് ഇപ്പോൾ ടോട്ടൽ വർക്കിംഗ് ഡേയ്സ്, ജൂലൈ മാസം ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ജൂലൈ മാസം നോക്കാം എത്രയാണ് വരുന്നത്, 31 days ആണ് വരുന്നത്. ഓക്കെ, ജൂലൈ മാസം 31 days ആണ് വരുന്നത്. ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കോളം മൊത്തം സെലക്ട് ചെയ്യുന്നു, 31 ടൈപ്പ് ചെയ്യുന്നു, കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യണം. അപ്പോൾ അവിടെ മൊത്തം 31 വന്നിട്ട് കാണാം. ഓക്കെ, ജസ്റ്റ് സെൻട്രലൈസ് ചെയ്യുന്നു. സെൻട്രലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ നിങ്ങൾ ഇത് മാറുന്നുണ്ട്, അപ്പോൾ അതൊന്ന് സ്റ്റേബിളായിട്ട് വെക്കാം. അതിനുശേഷം പ്രസന്റ് അവർ എത്ര ദിവസമാണ് വന്നത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അതും ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഇവിടെ 0.5 കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ ഹാഫ് ഡേ ആണ്. ഇപ്പം ഒരു വർക്കിംഗ് ഡേയ്സിൽ പകുതി മാത്രം വന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് ഹാഫ് ഡേ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് മാത്രം സെലക്ട് ചെയ്ത് സെൻട്രലൈസ് ചെയ്യുന്നു. ലീവ് അതും ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ലീവ് എത്രയെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് അല്ല ടോട്ടൽ ഡേയ്സ് നിന്ന് പ്രസന്റ് മൈനസ് ചെയ്താൽ അവരെത്രയാണ് ലീവ് എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇതാണ് ഈ ഒരു വ്യക്തി ചെയ്ത ലീവും കാര്യങ്ങളും ലിസ്റ്റായിട്ട് വരും. അതിനുശേഷം അലൗഡ് ലീവ്, ഈ എ ലീവ് എന്ന് പറഞ്ഞാൽ അലൗഡ് ലീവാണ്. ഇവർക്ക് ഇപ്പം നമ്മള് ഷോറൂം ചിലപ്പം സൺഡേ വർക്കിംഗ് ഉണ്ടാവില്ല, അപ്പോൾ ഈ ഒരു സൺഡേൻ്റെത് നമ്മൾ ഇവർക്ക് അനുവദിച്ചു കൊടുക്കും, ലീവ് അനുവദിച്ചു കൊടുക്കും. ഇപ്പോൾ 1, 2, 3, 4 സൺഡേ ഇവർക്ക് വരുന്നുണ്ട്, 4 സൺഡേ ഇവർക്ക് അനുവദിച്ചു കൊടുക്കുന്നുണ്ട് വിചാരിക്കാം ഷോപ്പിൽ നിന്ന്. അപ്പോൾ 4 ഒരു ക്യാഷ്വൽ ലീവ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ 5 ലീവ് കൊടുക്കുന്നുണ്ട്. ഇവിടെ 5 ടൈപ്പ് ചെയ്യുക, കൺട്രോൾ എൻ്റർ അടിക്കുക. ഓക്കെ, ജസ്റ്റ് സെൻട്രലൈസ് ചെയ്യുന്നു. നെറ്റ് പ്രസൻറ്റ് പറഞ്ഞാൽ പ്രസൻറ്റ് പ്ലസ് അലൗഡ് ലീവ്, ഇതാണ് നെറ്റ് പ്രസൻറ്റ്. ഓക്കെ, നെറ്റ് പ്രസൻറ്റ് ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഇവരുടെ ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് സിമ്പിളായി ചെയ്യുന്നത് നിങ്ങൾക്ക് അലവൻസും കാര്യങ്ങളുമാണ്. ഒരു അലവൻസ് ഒരു ഇൻസെൻറ്റീവ് ഇല്ലെങ്കിൽ ഒരു അലവൻസ് ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം. ഇപ്പം ബേസിക് സാലറി കാണുന്നു. ബേസിക് സാലറി എന്ന് വെച്ചാൽ അവരെ ബേസിക് സാലറി എത്രയാണോ അതിൽ അവർ വർക്കിംഗ് എത്രയാണെന്ന് വന്നിട്ടുള്ളത് അതിനടിസ്ഥാനത്തിൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ബേസിക് സാലറി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് ഇൻറ്റു നെറ്റ് പ്രസന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഡേയ്സ്. അപ്പം ഈ ഒരു വ്യക്തിയുടെ സാലറി ഇവിടെ വന്നു. ജസ്റ്റ് ഇതിൻ്റെ റൗണ്ട് ഓഫ് കളയാനായിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഇപ്പോൾ റൗണ്ട് ഓഫ് അവിടെ ആവും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇവിടെ ബേസിക് ആയിട്ടുള്ള സാലറി നമുക്ക് കിട്ടി. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ജസ്റ്റ് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ T പ്രസ് ചെയ്താൽ ഇതൊരു ടേബിളിലേക്ക് മാറും. അതിലിവിടെ ചോദിക്കുന്നുണ്ട് മൈ ടേബിൾ ആസ് ഹെഡർ. നിങ്ങളുടെ ടേബിളിന് ഹെഡർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹെഡർ നമ്മളിപ്പോൾ ഉണ്ട്, എംപ്ലോയി ID നെയിം എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റോക്ക് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അത് ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്കിത് ടോട്ടലും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഫീൽഡ് മുകളിൽ വന്നിട്ടാണ്. ഇതിൽ ജസ്റ്റ് ടോട്ടൽ റോ കൊടുത്താൽ ഇവിടെ ടോട്ടലിൻ്റെ ഒരു ഫീൽഡ് വന്നു. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇനി മുതൽ ടോട്ടൽ ഇവിടെ പോലെ കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ ടോട്ടലും കാര്യങ്ങൾ വരും. ഇതിൽ നമ്മൾ ജസ്റ്റ് 1000 സെപ്പറേറ്റ് ആക്കുന്നു. ഇവിടെ വരുന്നത് അഡീഷനാണ്, അതായത് എന്തെങ്കിലും ഇവർക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ടോ, ഇപ്പം നമുക്ക് ഫുഡ് അലവൻസോ അല്ലെങ്കിൽ മെഡിക്കൽ അലവൻസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് OT എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ വേണം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഈ ഒരു ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ OT ഉണ്ട്, ഈ ഒരു വ്യക്തിക്ക് 250, 100 രൂപ, 250, 100, 500 അങ്ങനെ OT കൊടുക്കുന്നു. റാൻഡായിട്ട് കുറച്ച് OT കൊടുക്കുന്നു. ഓവർ ടൈം വർക്ക് ചെയ്തതിന് OT കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രോസ് സാലറിയിൽ നമുക്ക് ഒരു അലവൻസും കൂടെ ആഡ് ചെയ്യാം. ജസ്റ്റ് ഈ M എന്ന് പറഞ്ഞ സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുക്കുന്നു.
ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോളം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു എന്താ കൊടുക്കേണ്ടത്, ഫുഡ് അലവൻസ്. ഫുഡ് അലവൻസ് കൊടുക്കുന്നു. ഓക്കെ, ഫുഡ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഇവരെ ബേസിക്കിൻ്റെ 10% ആണ് ഇൻറ്റു 0.10. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മുകളിൽ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ എല്ലാത്തിലും റിഫ്ലക്റ്റ് ആയിട്ട് കാണാം. നമ്മൾ പോയിന്റ് ഒഴിവാക്കുന്നു. അപ്പോൾ ഫുഡ് അലവൻസ് ഇവിടെ വന്നു കറക്റ്റായിട്ട്. ഓക്കെ, ഇനിയാണ് ഗ്രോസ് സാലറി. ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരെ ബേസിക് സാലറി പ്ലസ് അലവൻസ് ആണ്. ഇപ്പോൾ OT ഉണ്ട്, അതേപോലെ തന്നെ ഫുഡ് അലവൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ജസ്റ്റ് ഈക്വൽ ടു ബേസിക് സാലറി പ്ലസ്, ഇവിടെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒരു ഉപകാരം കാണാം നിങ്ങൾക്ക്. ഇവിടെ കോളം ഹെഡർ കറക്റ്റായിട്ട് കാണിക്കും. സെല്ലിൻ്റെ റെഫറൻസ് എല്ലാം കാണിക്കൽ, കോളം ഹെഡറാണ് കാണിക്കൽ. ഇവിടെ ബേസിക് പ്ലസ് OT പ്ലസ് ഫുഡ് അലവൻസ്. അപ്പോൾ ഗ്രോസ് സാലറി അവരെ കിട്ടി. ഓക്കെ, ഇതാണ് ഗ്രോസ് സാലറി നമ്മൾ കാണുന്നത്. ഇവിടെ സമ്മ് വേണമെങ്കിൽ സമ്മ് കൊടുക്കാം. അതിനുശേഷം ഇത് വരുന്ന ഫീൽഡ്, ഈ ഒരു ഫീൽഡ് വരുന്ന ഡിഡക്ഷൻസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ റെഡ് കളറിൽ മെൻഷൻ ചെയ്യുക. ജസ്റ്റ് റെഡ് കളർ കൊടുക്കുന്നു. ഇതിൽ നിങ്ങളതായ ഐഡിയയിൽ ഒരു കളർ കൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. ആഡ് ചെയ്യുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കാം. ഗ്രീൻ കളർ കൊടുക്കുന്നു. ഓക്കെ, ഇതിന്റെ ടേബിളിന്റെ കളറും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ വേണ്ടി ടേബിൾ ഡിസൈനിൽ തന്നെ പോയാൽ മതി. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫീൽഡ് കാണാം. നിങ്ങൾക്ക് അനുയോജ്യമായൊരു ഫീൽഡ് തിരഞ്ഞെടുക്കുക. അതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതുപോലൊരു കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യുക. ഇതിന് ജസ്റ്റ് ബ്ലാക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. അടുത്തത് നമുക്ക് ഡിഡക്ഷൻസ് വരുന്നു. ഇവരെന്തെങ്കിലും അഡ്വാൻസസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് സാലറി അഡ്വാൻസ്. ഓക്കെ, നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇപ്പം മുൻകൂട്ടി വിഡ്രോ ചെയ്യുന്നുണ്ട്, ഒരു ഈ മാസം സാലറി നിന്ന് അഡ്വാൻസ് ആയിട്ട് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഫീൽഡാണ് ഇവിടെ. 2500 നമ്മൾ സാലറി അഡ്വാൻസ് കൊടുക്കുന്നു. ഇതെല്ലാം 1000 സെപ്പറേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ജസ്റ്റ് ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് ഇവിടെ കോമ ക്ലിക്ക് ചെയ്യുക, 1000 സെപ്പറേറ്റ് ആക്കുന്നു. ഓക്കെ, 2500 എടുത്തിട്ടുണ്ട്. ഇവിടെ 1500, 1000, ഈ ഒരു വ്യക്തി 500. ഇത് നമ്മളിപ്പം ഇങ്ങോട്ടേക്ക് നമുക്ക് കോളം ഡ്രാഗ് ചെയ്യുമ്പോൾ ഇപ്പം നെയിമും കാര്യങ്ങളും ഇവിടെ കാണുന്നില്ല. അത് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം ജസ്റ്റ് വ്യൂ ടാബ് പോയിട്ട് അതിനുശേഷം ഇവിടെ കാണാം ഫ്രീസ് പാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫ്രീസ് പാൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നെയിമും അതേപോലെ തന്നെ എംപ്ലോയിൻ്റെ ഈ ഒരു കോളം ഇവിടെ ഫ്രീസായി. ഇനി നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്താൽ ആ ഒരു നെയിം അവിടെ ഫ്രീസായി. ഇനി ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്താലും ഹെഡർ അവിടെ ഫ്രീസായി. ഓക്കെ, ഇതാണ് ഫ്രീസ് പാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ഐഡന്റിഫൈ ഇന്ന വ്യക്തിയാണ് അഡ്വാൻസ് എടുത്തതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സെൽസ് ക്ലിക്ക് ചെയ്താൽ ഇനി അന്ന എന്ന് പറയുന്ന ഒരു വ്യക്തി 500 രൂപ സാലറി അഡ്വാൻസ് എടുത്തു. ഓക്കെ, ഇത്രയാണ് സാലറി അഡ്വാൻസ് എടുത്തിട്ടുള്ളത്. 1000 സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ഡെപ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് പല ടേംസും പല കമ്പനീസിലും യൂസ് ചെയ്യും. നിങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നിങ്ങളൊരു മൊബൈൽ ഷോപ്പാണ്, അവിടെ ഒരു എംപ്ലോയി മൊബൈൽ എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ഡിഡക്ട് ചെയ്യുന്നുണ്ട്. മന്ത്ലി 2000 രൂപ വെച്ച് ഇല്ലെങ്കിൽ 500 രൂപ വെച്ചിട്ട് ലോൺ കണക്ക് ഡിഡക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഫുള്ളായിട്ട് ഡിഡക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇത് ജസ്റ്റ് ഇതേപോലെ തന്നെ ഒരു അഡ്വാൻസ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സാധനം എടുത്തിട്ടുണ്ട്, അതിന്റെ പൈസയും കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു തരം ഡിഡക്ഷനാണ്. പിന്നെ ഉള്ളത് ESI വരുന്നുണ്ട്. ഓക്കെ, ESI വരുന്നുണ്ട്, PF വരുന്നുണ്ട്. ഇത് ഗൾഫ് കൺട്രീസിലാണെങ്കിൽ ഇത് ആവശ്യം വരുന്നില്ല. ഞാൻ നാട്ടിലുള്ളവർക്ക് പേറോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ESIയും PFും കൂടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയാം. ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. HR-ന്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ അലവൻസിന്റെ മുമ്പായിട്ടില്ല കാൽക്കുലേറ്റ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമുക്ക് ജസ്റ്റ് ബേസിക്കിന്റെ മുകളിൽ ESIയും PFും കാണാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ESI കിട്ടാനായിട്ട് ഈക്വൽ ടു ബേസിക് ഇൻറ്റു 0.75
ഡിവൈഡ് ബൈ 100. ഓക്കെ, അത് നിങ്ങളുടെ ഐഡിയയിൽ കാണാം, കാൽക്കുലേഷൻ എങ്ങനെ വേണം കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ 0.75 ഇവിടെ വന്നിട്ട് കാണാം. ഓക്കെ, അതേപോലെ തന്നെ PF കാണും, ജസ്റ്റ് ഈക്വൽ ടു ബേസിക് ഇൻറ്റു 0.12. ഓക്കെ, അപ്പോൾ ഇതും വന്നിട്ട് കാണാം നിങ്ങൾക്ക് ഇവിടെ. ഇതിലൊരു പ്രശ്നം കിടക്കുന്നത് PF നമുക്ക് 15,000 മുകളിലാവുന്നുണ്ടെങ്കിൽ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, PF കൊടുക്കേണ്ടതായിട്ടില്ല, എംപ്ലോയീസ് PF അടക്കേണ്ടതായിട്ടില്ല, മാൻഡേറ്ററി ഇല്ല. 15,000 മുകളിൽ ശമ്പളം ഉണ്ടെങ്കിൽ PF കൊടുക്കണ്ട. ESI അതുപോലെ തന്നെ 21,000 മുകളിലുണ്ടെങ്കിൽ ESI കളക്ട് ചെയ്യണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ESI ഡിഡക്ട് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ PF ഡിഡക്ട് ചെയ്യാൻ പാടില്ല. അത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഇക്വേഷൻ കൊടുക്കാം. നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്പം വർക്ക് ആവില്ല. നിങ്ങൾ ഒന്നെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ബേസിക് സാലറി നോക്കാം. ഇവർക്കെല്ലാം ഇപ്പം ആവശ്യമില്ല, ജസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്യുക. നമുക്ക് മാക്സിമം ഇപ്പം 15,000 എന്ന് പറഞ്ഞാൽ 15,000 ഇൻറ്റു 12/100, 1,800 മാത്രമേ മാക്സിമം PF പിടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ 1,800 മുകളിൽ വരുന്നാലും ജസ്റ്റ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതിന് നമുക്കൊരു ഇക്വേഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് ESI കാണാനായിട്ട് നമ്മൾ ഇക്വേഷൻ കൊടുക്കുന്നു, ഈക്വൽ ടു ഇഫ് ഫംഗ്ഷൻ ഓപ്പൺ ബ്രാക്കറ്റ് ബേസിക് സാലറി ലെസ് താൻ എന്ന് പറയുന്നത് അറിയാലോ കീബോർഡിൽ, ഈ ഒരു ഐക്കണാണ് ലെസ് താൻ 21,000 21,000 ആണെങ്കിൽ കോമ ബേസിക് സാലറിൻ്റെ ഇൻറ്റു 0.75% ആണ്, 0.075 കൊടുക്കുന്നു ഡയറക്റ്റ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഫാൾസ് വന്നിട്ട് കാണാം. കാരണം ഇവരുടെ സാലറി എന്ന് പറയുന്നത് 22,000 ആണ്. അപ്പോൾ ഇവർക്ക് ESI അടക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഈ ഫാൾസ് എങ്ങനെ മാറ്റാം? ജസ്റ്റ് ആ ഇക്വേഷനിൽ ഒന്നും കൂടെ പോവുക. ലാസ്റ്റ് സെക്ഷനിൽ നമ്മളിപ്പം നേരത്തെ കൊടുത്തത് ഇവിടെ കാണാം. ഇഫ് ബേസിക് ലെസ് ദാൻ 21,000 ആണ്, ബേസിക് ഇൻറ്റു 0.0075. അല്ലെങ്കിൽ അതായത് 21,000 മുകളിലാണെങ്കിൽ ജസ്റ്റ് കോമ കൊടുക്കുക, ജസ്റ്റ് ബ്ലാങ്ക് ഡബിൾ ഇൻവെർട്ടർ ചെയ്ത് 2 പ്രാവശ്യം ഇട്ടിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കാണാം. ഓക്കെ, ഇതേ മെത്തേഡ് തന്നെയാണ് PF നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു ഇഫ് ഫംഗ്ഷൻ ഓപ്പൺ പാരൻതീസ് ബേസിക് സാലറി ലെസ് ദാൻ 50,000 കോമ ആണെങ്കിൽ ബേസിക് സാലറി ഇൻറ്റു 0.12%. അതല്ലെങ്കിൽ കോമ ഡബിൾ ഇൻവെർട്ടർ 2 പ്രാവശ്യം കൊടുക്കുന്നു, ക്ലോസ് ദ ബ്രാക്കറ്റ്, എൻ്റർ ഇറ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിട്ട് കാണാം കറക്റ്റായിട്ട്. കാരണം ഇവർക്ക് എന്തുകൊണ്ട് വന്നിട്ടില്ല? ഇവരുടെ ശമ്പളം 50,000 ആണ്. അപ്പോൾ അവർക്ക് PF അപ്ലിക്കബിൾ അല്ല. ഇവർക്ക് ശമ്പളം 22,000 ആണ്, PF അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇത് ഇങ്ങനെ വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിനുശേഷം ഇവിടെ നമ്മളൊരു ഫീൽഡ് കൊടുക്കുന്നു, ടോട്ടൽ ഡിഡക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കാണാനായിട്ട് നമുക്ക് ഇതിൽ വരുന്ന എറേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓരോരോ തവണ ചെയ്യുമ്പോൾ എങ്ങനെ എറർ വരാം. നിങ്ങൾ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ പല എറേഴ്സും അടിക്കും. ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ ചിലപ്പോൾ എറേഴ്സ് ചിലപ്പോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. അതും കൂടെ നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടെ ESI PF ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ബ്ലാങ്ക് കൊടുത്തത് മേ ബി നിങ്ങൾക്ക് എറർ അടിക്കാം ടോട്ടൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻ ചെയ്യും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിഡക്ഷൻ ചെയ്യുമ്പോൾ ഇവിടെ ജസ്റ്റ് ഈക്വൽ ടു ഒന്നെങ്കിൽ ഇതേ പ്ലസ് ഡെപ്റ്റർ പ്ലസ് ESI പ്ലസ് PF ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു വാല്യൂ എറർ വന്നിട്ടുണ്ട്, നമുക്കത് ചെക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാം, അതല്ലെങ്കിൽ സം ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഈക്വൽ ടു സം ഓപ്പൺ പാരാൻതീസ് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സം ഫംഗ്ഷൻ വർക്കായി. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സം ഫംഗ്ഷൻ എടുക്കുമ്പം ഈ എറേഴ്സ് ഇവിടെ എടുക്കുന്നില്ല, നമുക്കിവിടെ ബ്ലാങ്ക് ഇല്ലത് എടുക്കുന്നില്ല. ഓക്കെ, ഇവിടെ ഒന്ന് എറർ, ഇപ്പം വാല്യൂ എറർ ഉണ്ടായിരുന്നു, അത് പോയി. നമുക്ക് ആ എറേഴ്സ് എടുത്തിട്ട് തന്നെ ചെക്ക് ചെയ്യാം. ഈക്വൽ ടു ഇപ്പം ചില ആൾക്ക് സം ഫംഗ്ഷൻ യൂസ് ചെയ്യാനും ഇഷ്ടമില്ലെങ്കിൽ ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് ഇതേപോലെ പ്ലസ് കൊടുത്തിട്ട് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ മനസ്സിലാവും 6104 വാല്യൂ എറർ എന്തുകൊണ്ട് വന്നു. വാല്യൂ എറർ വരാനുള്ള കാരണം ഇവിടെ നമ്മൾ ബ്ലാങ്ക് ആണ് കൊടുത്തത്. ബ്ലാങ്ക് ആയതുകൊണ്ടാണ് ഇവിടെ വാല്യൂ എറർ വരുന്നത്. ഓക്കെ, ഇതൊരു ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറി, അതുകൊണ്ടാണ് ഇവിടെ വാല്യൂ എറർ വരുന്നത്. അത് നമുക്ക് മാറ്റാനായിട്ട് ഇവിടെ ജസ്റ്റ് നമ്മൾ ഡബിൾ ഇൻവേർട്ടർ കോമ നമ്മൾ കൊടുത്തു. ആദ്യം ഒരു ഡബിൾ ഇൻവേർട്ടർ കോമയാണ് കൊടുത്തത്, അതിന് പകരം ജസ്റ്റ് ഇവിടെ 0 കൊടുക്കുന്നു. അതായത് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ 0 കൊടുക്കുന്നു. ഇതേപോലെ ഇപ്പുറവും 0 കൊടുക്കുന്നു. ജസ്റ്റ് ഡബിൾ ഇൻവേർട്ടർ കോമയിൽ 0 കൊടുക്കും. അപ്പോൾ ഈ ഒരു എറർ നമുക്കവിടെ സോൾവ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻസും നമുക്കിവിടെ കിട്ടി. ഞാൻ ജസ്റ്റ് ബോൾഡ് ചെയ്യുന്നു, സെലക്ട് ചെയ്തിട്ട് ബോൾഡ് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നെറ്റ് സാലറി എങ്ങനെ കാണാം? ജസ്റ്റ് ഈക്വൽ ടു ഗ്രോസ് സാലറി മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ, അങ്ങനെയാണ് നെറ്റ് സാലറി കാണും. ഇതാണ് നെറ്റ് സാലറി. ഓക്കെ, ഇവിടെ സമ്മ് കൊടുക്കുന്നു, നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട്. അതേപോലെ തന്നെ ടോട്ടൽ ഡിഡക്ഷൻസിലും സമ്മ് കൊടുക്കുന്നു. ഇതിനെല്ലാം നമ്മൾ സമ്മ് കൊടുക്കുന്നു. നിങ്ങൾ ഇക്വേഷൻസ് എല്ലാം കറക്റ്റ് തന്നെ നോക്കാനാണെങ്കിൽ ഇവിടെ ഒരു ഇക്വേഷൻ കൊടുക്കുക. ഇത് മൈനസ്, ഇത് മൈനസ്, ഇത് മൈനസ്, ഇത് മൈനസ്, ഇത്. ഓക്കെ, എൻട്രി ചെയ്യുന്നു. 2,47,871 ആൻസേഴ്സ് പക്കയാണ്. അപ്പോൾ ഇത്രയുള്ളൊരു പേറോൾ മാനേജ്മെന്റ്, നമുക്കൊരു പേറോൾ ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് തരം വീഡിയോസാണ് വേണ്ടത്, എന്തെല്ലാം നമ്മൾ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്തായാലും ഒരു ലൈക്ക് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ ജസ്റ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഒരു ഫീൽഡ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ബാങ്ക് അക്കൗണ്ട് കൊടുക്കേണ്ട ഒരു ഫീൽഡാണ്. ഇവിടെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് റാൻഡായിട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ബാങ്ക് അക്കൗണ്ട് എൻ്റർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് IFSC കോഡ് എൻ്റർ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് IFSC കോഡ് ഇവിടെ എൻ്റർ ചെയ്യാം. നിങ്ങൾ കസ്റ്റമായിട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ബോർഡും കാര്യങ്ങളും ഇവിടെ എൻ്റർ ചെയ്യുക. ബാങ്ക് ആണോ അല്ലെങ്കിൽ ക്യാഷ് ആണോ, ബാങ്ക്, ക്യാഷ്, അങ്ങനെ മോഡ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ബാങ്ക് നെയിം അഡീഷണൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോളം ഇൻസേർട്ട് ചെയ്യുന്നു. ഇവിടെ ബാങ്കിൻ്റെ നെയിം കൊടുക്കാം. അതൊക്കെ കസ്റ്റമൈസ് ആണ്, നിങ്ങൾക്ക് വേണമെന്ന രീതിയിൽ കൊടുക്കാം. ഇവിടെ ബാങ്ക് നെയിം കൊടുക്കുന്നു. SBI അല്ലെങ്കിൽ HDFC, ഫെഡറൽ, SBI, അങ്ങനെ നിങ്ങൾക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നു. ഇവിടെ എന്തും നിങ്ങൾക്ക് ഇതേപോലെ കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്ര മാത്രമേ പേറോൾ മാനേജ്മെന്റ് ചെയ്യാനുള്ള പാടുള്ളൂ. വലിയ ടഫൊന്നല്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്.